അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിഹാബാണ്. അൽഹംദുലില്ലാ, അജ്മീർ ഡിസ്ട്രിക്ട് കഴിഞ്ഞു. ഏകദേശം 10-20 കിലോമീറ്റർ പിന്നിട്ടിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. നാഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാഗൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഏകദേശം 550 കിലോമീറ്റർ ഇനി വാഘ ബോർഡറിലേക്കുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. ഇതുവരെ ദുആ ചെയ്തതുപോലെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അജ്മീർ ദർഗയിൽ സന്ദർശിച്ചതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു. സത്യാവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അജ്മീർ ദർഗയിൽ ഞാൻ പോയി. ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടി. ഞാൻ പോയി. 3 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. 6 കിലോമീറ്റർ നടന്നു. ഏകദേശം രാവിലെ ആകുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തി. സുബഹി നിസ്കരിച്ച് ദർഗയിൽ സന്ദർശിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് തന്നെ, ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നു. ഞാൻ മുൻപരിചയമില്ലാത്ത ആളാണ്, അവിടുത്തെ ഖാദിമാണ്. ഞാൻ അള്ളാഹുവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ദർഗൻ്റെയും എൻ്റെയും പാടെ നടുവിൽ ഒരു ശീലെന്തോ പൊട്ടിച്ചിട്ട്, കയറെന്തോ പൊട്ടിച്ചിട്ട് അവിടുത്തെ ഒരു ഖാദിമാണ് എന്ന് പറഞ്ഞു. അവർ വന്നു. എന്നെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ തലയിൽ കൈവച്ചപ്പോൾ ഞാൻ അറിയാതെ, ഞാൻ മുഖത്ത് പോലും നോക്കാതെ കൈ തട്ടി. അപ്പോൾ എനിക്ക് ദുആ ചെയ്യുന്നതിലിടയ്ക്ക് എന്തോ എനിക്കങ്ങനെ തോന്നി. ഞാൻ ആ കൈ തട്ടി. വീണ്ടും മൂപ്പര് എൻ്റെ തോളിൽ കൈ വെച്ചു. ഞാനത് തട്ടി. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ദുആ ചെയ്യട്ടെ, ഞാൻ കുറച്ച് നേരം ദുആ ചെയ്യട്ടെ, ദുആ കഴിഞ്ഞിട്ട് ഇതാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടില്ല അവരോടൊന്നും. ഞാനൊരു മുൻപരിചയം ഇല്ലാത്ത ഒരാളാണ്, ഒന്നും വിചാരിച്ചിട്ടല്ല. എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അള്ളാഹുവിനോട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത് സംഭവിച്ചു പോയപ്പോൾ ആൾ എന്നോട് ഞാൻ വഹാബിയാണ് എന്ന രീതിയിൽ ഒരുപാട് തവണ പറഞ്ഞു. അതൊന്നും വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ കൈ എന്തായി തട്ടി. മൂപ്പര് കൈ തട്ടിയതല്ല. അപ്പോൾ മൂപ്പര് ആ ദേഷ്യത്തിനാണെന്ന് തോന്നുന്നു എന്നോട് അവിടുന്ന് പെട്ടെന്ന് ദുആ ചെയ്തുകൊണ്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടായത്. ഞാൻ മൂപ്പരുമായിട്ടൊരു മുൻപരിചയമില്ല. അള്ളാഹു എത്തിച്ചതാണ് മൂപ്പര് എൻ്റെ മുന്നിൽ. കാരണം അത് ഈ സംഭവം കഴിഞ്ഞ് ഇത് ഇത്രത്തോളം വിവാദമായതിന് ശേഷമാണ് മറ്റു പല കാര്യങ്ങളും ഞാൻ അറിയുന്നത്. ദർഗയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പല സംഭവങ്ങളും ഈ സെയിം ആളിൽ നിന്ന് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നും മൂപ്പരുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള പല ഹിന്ദിക്കാരുടെ വീഡിയോകളും വന്ന സമയത്ത് ആളുകൾ എനിക്ക് പറഞ്ഞു തന്നു ഇതിനെക്കുറിച്ചിട്ടൊക്കെ. അങ്ങനെ അപ്പോൾ ഇത് ഒരു പ്രശ്നമായിട്ട് ബാധിച്ച സമയത്ത്, എല്ലാവരും പ്രശ്നമായിട്ട് ഇതിനെ വിമർശിക്കുന്ന സമയത്ത് അവർ കമ്മിറ്റി, ദർഗയുടെ ഒറിജിനൽ കമ്മിറ്റി, അവർ വീഡിയോയിലൂടെ എന്നോട് മാപ്പ് ചോദിക്കുകയൊക്കെ ഉണ്ടായത്. ഞാൻ ആർക്കും ഒരു പൊരുത്തപ്പെടാതെ ഇരുന്നിട്ടില്ല എന്നോട് മാപ്പ് ചോദിക്കാൻ. എന്നെ ഒരാളും ഇറക്കി വിട്ടിട്ടുമില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥന പൂർത്തിയാക്കി നിസ്കാരം കഴിഞ്ഞ് റാഹത്തായിട്ടാണ് അവിടുന്ന്, പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തന്നെ, അവരുടെ സഹായത്തിൽ തന്നെ ഞാൻ അവിടുന്ന് റാഹത്തായി എൻ്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. അല്ലാതെ ഇന്നൊരാളും പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പോൾ അവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, ഞാനൊരു മുൻപരിചയം ഇല്ലാത്ത ആളാണ്. എന്നെ പ്രാർത്ഥിക്കാൻ അയച്ചില്ല. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അറിയാതെ, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ കൈ തട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നീടാണ് ആ തട്ടിയ ആളുടെ പല കാര്യങ്ങളും, മറ്റുള്ളവർ പറയാൻ പേടിച്ചിരുന്ന പല കാര്യങ്ങളും പുറത്ത് വന്നപ്പോഴാണ് അവരും ഈ ഞാൻ കൈ തട്ടിയ ആളും ഖാദിം എന്ന് പറയുന്ന ആളും പിന്നെ അവിടുത്തെ കമ്മിറ്റിയും ഒക്കെ എന്നോട് മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ പിന്നെ കാണാനിടയായി. ഒരിക്കലും മാപ്പ് പറയേണ്ട ഒരു പൊരുത്തപ്പെടാത്തൊരു സംഭവങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് പോലും ഇല്ല. അതവിടെ കഴിഞ്ഞു. എൻ്റെ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. അതിലെല്ലാം നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നായിട്ടേ ഞാനും കരുതിയിട്ടുള്ളൂ. ഞാനിതത്ര വലിയ പ്രശ്നമായിട്ട് എടുത്തിരുന്നില്ല. പിന്നെ ലോകം അത് വലിയ ചർച്ചയാക്കി കൊണ്ടുവന്നപ്പോൾ അത് വലിയ ഇഷ്ടമായപ്പോൾ അവർ മാപ്പ് പറയലും കാര്യങ്ങളൊക്കെ ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആളുമായിട്ട് ഞാനൊരു മുൻപരിചയമില്ല. ഈ ആൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ വിവാദമായപ്പോൾ അറിഞ്ഞ പല കാര്യങ്ങളിലും 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ താമസിക്കുന്ന അജ്മീറിൽ ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഈ ആൾ വന്നിരുന്നത്രേ. ആ സമയത്ത് ഞാൻ ഉറക്കത്തിലായിരുന്നു. നടന്ന ക്ഷീണത്തിൻ്റെ ഉറക്കത്തിലായിരുന്നു ഞാൻ. സ്വാഭാവികമായിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇയാളും കുറച്ച് ആളുകളും ഇയാളെ അനുയായികളും വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഷിഹാബിനെ കാണണം, ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം
അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഷിഹാബ് ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണർത്താൻ പറഞ്ഞത്ര. അപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു ഉണർത്താൻ പറ്റൂല. അപ്പോൾ അവർ നിർബന്ധിച്ച് തട്ടുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത CCTV ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പുറത്തു വിടാൻ പറ്റാത്തത് കൊണ്ടാണ്, ആവശ്യം വന്നാൽ പുറത്തു വിടണമെങ്കിൽ പുറത്തു വിടാനും തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ CCTVയിൽ മൂപ്പര് വരുന്നതും കാര്യങ്ങളൊക്കെ ഈ പ്രശ്നമായതിന് ശേഷം കേട്ടോ. മുമ്പത്തെ ദിവസം സംഭവം ഇയാളാണെന്ന് പോലും ഞാൻ അറിയുന്നത്. ഒരിക്കലും ഞാൻ മുൻപരിചയമില്ലാത്ത, ഞാൻ ഉറങ്ങായിരുന്നു, അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഹോട്ടലിലത്തെ ആളുകളെ പോലും ആക്രമിക്കാൻ ശ്രമിച്ചു, അവരുമായിട്ട് വേണ്ടാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ചു. ഷിഹാബിനെ കിട്ടാതെ പോകൂല, ഷിഹാബ് അജ്മീറിലേക്ക് കാല് കുത്തൂല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത്ര ഇയാൾ പോയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. എൻ്റെയും ഖോജയുടെ മക്ബറയുടെ തൊട്ട നടുവിൽ അയാൾ അള്ളാഹു താല കൊണ്ടുവന്ന് എത്തിച്ചതും എൻ്റെ തലയിൽ മൂപ്പർക്ക് തന്നെ കൈവെക്കാൻ തോന്നിയതും അതുകൊണ്ടാണ്. അയാൾ എത്രത്തോളം അയാൾ അപമാനിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ 7500 ഖാദിമീങ്ങളുള്ള അജ്മീറിൽ ഇയാൾ മാത്രം എന്തുകൊണ്ട് ആ സമയത്ത് അവിടെ വന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇയാളൊരു മുൻപരിചയമില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം എന്നുള്ളത് വീഡിയോ CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ആളാണ് ആ ആളെന്ന് മനസ്സിലായത്. ഇയാൾ എൻ്റെ കൂടെ എന്നെ ഉണർത്താത്തതിന് ഹോട്ടലുടമയെ വരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചീത്ത പറയുകയും എൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഡേറ്റ് സഹിതം സമയം സഹിതം ഞാൻ അജ്മീറിലേക്ക് പോകുന്ന തലേ ദിവസം ഉണ്ട്. ഇയാളെ ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ഉണർന്നതിന് ശേഷം ഇവർ ഇന്നെ വിഷമിപ്പിക്കേണ്ട, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കണം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇയാളാണ് അന്ന് വന്നത് എന്ന സംസാരം ഉണ്ടായപ്പോഴാണ് CCTV കാര്യങ്ങളും ഉണ്ട് എന്നറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഒരിക്കലും ഒരാളെ അപമാനിക്കാനോ ഒന്നിനും ഞാൻ ഇതുവരെ, ഞാൻ എൻ്റെ രീതിയിൽ, ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ നീയത്ത് എന്താണോ അതിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതുവരെ അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല, റാഹത്താണ് അൽഹംദുലില്ലാ. ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇതിനിടക്ക് പല പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതൊന്നും എനിക്ക് ബാധിച്ചിട്ടില്ല. അതൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല അൽഹംദുലില്ലാ. ഒരു ബുദ്ധിമുട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഇല്ല. എൻ്റെ കുടുംബം റാഹത്താണ്, ഞാൻ റാഹത്താണ്, എൻ്റെ കൂടെയുള്ളവർ റാഹത്താണ് അൽഹംദുലില്ലാ. എല്ലാം കൊണ്ടും റാഹത്താണ്. അള്ളാഹിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹു അക്ബർ. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതറിയാതെ പലരും പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പത്രത്തിലാണെങ്കിലും ഒരു മാധ്യമത്തിലാണെങ്കിലും എഴുതരുത്. അതൊക്കെ നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണ മറ്റുള്ളവരുടെ മനസ്സിൽ നടത്തിയാലും അതിൻ്റെ സത്യാവസ്ഥ ഒരിക്കൽ പുറത്തു വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സത്യം ഇതാണ്. അള്ളാഹു താല എത്തിച്ചതാണ് അയാളെ എൻ്റെ മുന്നിൽ. ആ സമയത്ത് കണ്ണടച്ചുകൊണ്ട് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഞാൻ ദുആ ചെയ്യായിരുന്നു അള്ളാഹുവിനോട്. ആ സമയത്ത് എനിക്ക് ഡിസ്റ്റർബായിട്ട് എന്തോ തോന്നി, ഞാൻ സംഭവിച്ചു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തത് ഒന്നുമല്ല. നിങ്ങൾക്ക് ആ വീഡിയോയിൽ എന്നെ കാണാൻ, ഞാൻ കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ കേരളത്തിലുള്ള ആളുകൾ, മലയാളികൾക്കാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തത്. ഹിന്ദിക്കാർക്കൊക്കെ എല്ലാം മനസ്സിലായിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ കേരളത്തിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. ഇനി ഇൻഷാ അല്ലാഹ് നാളെ, ഇന്നിവിടെ റെസ്റ്റ് ആയിരുന്നു. കാരണം പോലീസിൻ്റെ ഇതിനനുസരിച്ചിട്ട് രാത്രി 24 മണിക്കൂറിൽ 80 കിലോമീറ്റർ നടക്കേണ്ട ഒരു അവസ്ഥ ഈ 2 ദിവസം കൊണ്ടുണ്ടായി അജ്മീർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അജ്മീറിൽ സന്ദർശിക്കാനും സിയാറത്ത് ചെയ്യാനും അവസരം ഒരുക്കി തന്ന ഗവൺമെൻറ്റിനും പോലീസിനെയും അനുസരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യാത്രയുടെ ഷെഡ്യൂൾ ഒന്ന് മാറ്റി 24 മണിക്കൂറിനുള്ളിൽ 80 കിലോമീറ്റർ ക്രോസ് ചെയ്തു. അൽഹംദുലില്ലാ. ഇവിടെ നിന്ന് ഫുള്ള് റെസ്റ്റ് എടുത്ത് ഉറങ്ങി റാഹത്തായി, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റാഹത്തിലുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് പുറപ്പെടും. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇനി കിലോമീറ്ററുകൾ മാത്രം, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ് പാകിസ്ഥാനിലേക്ക് കടക്കാൻ. എല്ലാം അള്ളാഹു ഞാൻ വിചാരിച്ചതിലും എളുപ്പത്തിലാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യണം. ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. അവരുമായിട്ട് ഞാൻ ഒരു ബന്ധമില്ല, ഒരു പ്രശ്നവുമില്ല, എനിക്കൊരു പൊരുത്തപ്പെടാത്ത ഒരു സംഭവമില്ല, ഒന്നുമില്ല. ഞാൻ സന്തോഷവാനാണ്. അവരുടെ മനസ്സിൽ എന്താന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതിന്റെ ആദ്യമായിട്ടാണ് ഞാൻ അജ്മീറിൽ പോകുന്നത്. അത് എൻ്റെ മക്കയിലേക്ക്, അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ സന്ദർശിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പൂർണ്ണമായും നടന്നുകൊണ്ട് തന്നെ എത്താൻ പറ്റി അൽഹംദുലില്ലാ. ഇനി അതുപോലെ അതിനേക്കാൾ ഞാൻ വളരെ എളുപ്പത്തിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ മക്കയിൽ എത്തും വരെ അള്ളാഹുവിന്റെ കാവലുണ്ടാകത്തെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. ദുആ കൊണ്ട് ഒരുപാട് പേര് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. സലാം, ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും വഅലൈഹിസ്സലാം എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ്
അപ്പോൾ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വരും. അല്ലാതെ എന്താ ഫാറൂഖ്, ഇനി എന്താ പറയാനുണ്ടോ? ഒന്നും ഇത്ര കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യം ഇതാണ്, അജ്മീർത്തെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ കുറിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ഇതാണ്. ഇനി ഇതിന്റെ ഹിന്ദി വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി ആരെങ്കിലും പറഞ്ഞു തരും ഇൻഷാ അല്ലാ. ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഹിന്ദിക്കാർ കുറെ ആൾക്കാർ പറഞ്ഞു അവരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. നമുക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടുന്ന് നന്ദി പറഞ്ഞു. ഒരുപാട് ഇവിടുത്തെ ഈ മില്യൺ കണക്കിന് ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ ഇതൊക്കെ അവരുടെ ഇവിടുത്തെ പണ്ഡിതന്മാർ പറഞ്ഞത്. അതിന്റെ ഉള്ളിൽ ക്യാമറ അനുവദിക്കൂല അത്രേ, അജ്മീർ ദർഗന്റെ ഉള്ളിൽ. അത് ഞാൻ ചെന്ന സമയത്ത് എല്ലാവരും ക്യാമറ എടുക്കുന്നുണ്ട്. അല്ലാതെ എല്ലാവരും ക്യാമറ എടുക്കുന്നുണ്ട് അല്ലേ? എല്ലാ ആളുകളും ക്യാമറ എടുക്കുന്നുണ്ട്. ഞാൻ എത്തിയത് അതായത് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്ര നേരത്തെ പോയിട്ട് പോലും അല്ലെ, അത്ര ജനങ്ങളായിരുന്നു. മൊബൈൽ വരെ നമ്മളെ കൂടെയുള്ള ആളുടെ മൊബൈൽ വരെ നഷ്ടപ്പെട്ടു. അത്രയും ദർഗന്റെ ഉള്ളിൽ പല രീതിയിലുള്ള മോഷണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വേറെ വശം. അതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ ഞാൻ ആരുമല്ല. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, എന്നെ സൃഷ്ടിച്ച എൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു യാത്രയിലാണ്. ആ ഒരു നീയത്തിലാണ് ഞാനുള്ളത്. അതിനെക്കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറയാറുണ്ട്. ഇതൊന്നും നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ വിമർശിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ എൻ്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. അള്ളാഹു താല അവിടെ എത്താനും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും മർലിയത്തായ സിയാർത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ എന്ന് പറഞ്ഞ ആദരവോടെ ബഹുമാനത്തോടെ കയറി ചെല്ലാനുള്ള ഭാഗ്യം എനിക്ക് തരണേ റഹ്മാനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് അള്ളാഹുവിൻ്റെ കാവലും മതി, ഒരാളുടെ കാവലും വേണ്ട, മറ്റൊരാളുടെ ഒന്നും എനിക്ക് ആവശ്യമില്ല. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അജ്മീറിലാണെന്നുണ്ടെങ്കിലും എവിടെ പോയാലും അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും വാർത്തകളും വരുന്നുണ്ട്. നമ്മൾ ദർഗൻ്റെ കമ്മിറ്റിയുമായി ഒന്നും അറിയിക്കാതെയാണ് പോയിട്ടുള്ളത്. പച്ചക്കള്ളാണ്. തലേ ദിവസം ദർഗയുമായിട്ടുള്ള ആളുകൾ വന്ന് അവരുമായി സംസാരിച്ച് പോലീസുമായി സംസാരിച്ച് ഗവൺമെൻറ് ഉത്തരവ് ഓർഡർ തന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അജ്മീറിലേക്ക് പോയിട്ടുള്ളത്. പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവർ അറിയിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് പ്രകാരമാണ് തലേ ദിവസം അവിടെ റെസ്റ്റ് എടുത്ത് പിറ്റത്തെ ദിവസം രാത്രി പോകാമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരമാണ് പോയത്. പൂർണ്ണമായും ദർഗയുടെ കമ്മിറ്റിയെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിട്ടുള്ളത്. ദർഗയിൽ ചെന്നിട്ട് എൻ്റെ മറ്റു വീഡിയോസ് കണ്ടാലും മാത്രം അറിയാം. ഈ ഒരു വീഡിയോ കട്ട് മാത്രം എടുത്തിട്ട് ദർഗയെ കമ്മിറ്റി അറിയിക്കാതെയാണ് പോയത് എന്നൊക്കെ പറയുന്ന ആളുകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ മനസ്സിലാക്കാതെ ഒന്നും പറയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.